മകളുടെ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ടെന്ന് ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് മോഹൻദാസ്. CBI അന്വേഷണത്തെ സർക്കാർ അതിശക്തമായി എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വന്ദനാദാസിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതിനുശേഷമാണ് മോഹൻദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ 7 മാസങ്ങളായി 20 തവണ കേസുമായി ബന്ധപ്പെട്ട താനും ഭാര്യയും കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇതുവരെ സർക്കാരിനെതിരായോ അന്വേഷണത്തിനെതിരായോ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പാണ് ഉണ്ടായത്. കേരളത്തിന് പുറത്തുള്ളൊരു ഏജൻസിക്കല്ലാതെ കേസ് തെളിയിക്കാൻ സാധിക്കില്ല എന്ന അറിവിനെ തുടർന്നാണ് ഹർജി സമർപ്പിച്ചത്. കേസിന്റെ കാര്യം വരുമ്പോൾ കോടതിയിൽ ADGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരായി ശക്തിയുക്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഒരു സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുമില്ല. എന്തിനാണ് സർക്കാർ ഇതിനെ എതിർക്കുന്നത്? എൻ്റെ മകൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ല എന്ന കാര്യവും മറച്ചുവെച്ചു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും അപ്പീൽ നൽകും. ഇങ്ങനെയാണ് മോഹൻദാസ് പ്രതികരണം അറിയിച്ചത്. അപൂർവമായ സാഹചര്യം കേസിൽ ഇല്ല എന്നും കോടതി വിലയിരുത്തിയിരുന്നു. സന്ദീപ് മാത്രമാണ് കേസിലെ പ്രതി. ഉദ്യോഗസ്ഥർക്കെതിരെ കണ്ടെത്തലൊന്നുമില്ല. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചു. 106 സാക്ഷികളെ വിസ്തരിക്കുകയും സമഗ്രമായ അന്വേഷണത്തിന് ശേഷം 89-ാം ദിവസം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സന്ദീപിന് സമീപമുണ്ടായിരുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഒഴിച്ചാൽ അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുകളൊന്നും ഹർജിക്കാർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞില്ല. പ്രതികളുടെ ആക്രമണത്തിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതിന് ഒരു ക്രിമിനൽ ഉദ്ദേശവും ആരോപിക്കപ്പെടുന്നില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം.